ബീഹാർ നിയമസഭാ ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ SIR നടപ്പാക്കുന്നതെന്ന് ഇത് സംശയാസ്പദമാണെന്നും CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. പത്മശ്രീ കലാമണ്ഡലം ഗോപിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MA ബേബി. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ BJPക്കും അവിടുത്തെ മുന്നണിക്കും വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പക്ഷാപാതപരമായി ഇടപെടുകയാണ്. ഹരിയാനയിലെ വോട്ട് കൃത്രിമവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി മറുപടി പറയണമെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. പതിവ് പോലെ ഒഴിഞ്ഞുമാറുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഓരോന്നിനും മറുപടി നൽകണം. അങ്ങനെയുള്ളൊരു മറുപടിയും എല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള നിരുത്തരവാദപരമായിട്ടൊരു പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബീഹാറിൽ വെച്ചും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മത്സരം നടക്കുമ്പോൾ ആ മത്സരം സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടാണ് മത്സരം നടക്കുന്നതെന്ന് ഉറപ്പാക്കാൻ റഫറി നിഷ്പക്ഷനായിരിക്കണം. റഫറി ഒരു ടീമിൽ ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിഷ്പക്ഷതയും ഇല്ല. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇലക്ഷൻ കമ്മീഷനെ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ ഭരണപക്ഷത്തിന്റെ ഉപകരണങ്ങളായിട്ട് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ബീഹാർ ഇലക്ഷൻ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമല്ല. ഇന്ത്യയിൽ വളരെ വ്യാപകമായി ജനങ്ങളെ അണിനിരത്തി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത കാസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടം പ്രതിപക്ഷത്തിന് നടത്തേണ്ടതായിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കാം ഇന്ത്യ ബ്ലോക്ക് എന്നുള്ളത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് അവിടെയുള്ള സ്ത്രീകൾക്ക് സംരംഭകത്വം എന്ന പേരിൽ 10,000 രൂപ വീതം കൊടുത്തത് കൈക്കൂലി പോലെയാണ്. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വോട്ട് മോഷണത്തിന് എതിരെയുള്ള വിധിയെഴുത്തായി ബീഹാറിലെ തിരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യതയുണ്ടെന്നും MA ബേബി പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഭരണപക്ഷത്തിന്റെ ഉപകരണമായി പ്രവർത്തിച്ചു വരികയാണ്. ഇത് ഗുരുതരമായ പ്രശ്നമാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത കാത്തുസൂക്ഷിക്കാൻ വലിയൊരു പോരാട്ടം പ്രതിപക്ഷത്തിന് നടത്തേണ്ടതായിട്ടുണ്ടെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. കലാമണ്ഡലം ഗോപി കലയുടെ ലോകത്തിന്റെ അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ അഭിനയ പ്രഭാവം അതിനെ ഏതെങ്കിലും നോബൽ സമ്മാനമോ ഓസ്കാറോ പോലുള്ള അവാർഡുകൾ കൊണ്ട് ആദരിക്കാവുന്നതിനും നിർണയിക്കാവുന്നതിനും അപ്പുറമാണെന്നും MA ബേബി പറഞ്ഞു. ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മാത്രമല്ല, കലയുടെ ലോകത്തിന്റെ അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ അഭിനയ പ്രഭാവം അതിനെ ഏതെങ്കിലും നോബൽ സമ്മാനമോ ഓസ്കാറോ അങ്ങനെയുള്ള എന്തെങ്കിലും അവാർഡുകൾ കൊണ്ട് ആദരിക്കാവുന്നതോ നിർണ്ണയിക്കാവുന്നതൊന്നുമല്ല. മലയാളികൾക്കറിയാം പിന്നെ കഥകളി എന്ത്, അദ്ദേഹം കഥകളിയുടെ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്ത് എന്നെല്ലാം അറിയുന്നവർക്ക് ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ലോകത്തിന്റെ അവസാനമാണ്, ഔന്നത്യമാണ്, അഭിനയത്തിന്റെ ഹിമാലയമാണ് ഗോപിയാശാൻ. MA ബേബി കലാമണ്ഡലം ഗോപിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സേവിയർ ചിറ്റലപ്പള്ളി MLA എന്നിവരും MA ബേബിയോടൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ.